ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എന്താ പറയണ്ട? അപ്പൊ ഇന്ന് നമ്മുടെ ആദ്യത്തെ വ്ലോഗാണ് അല്ലെ? അതും എക്സൈറ്റഡ് ആണോ? യെസ്. അതിന് നമ്മൾ ഏത് സ്ഥലത്തേക്കാ പോകുന്നതെന്ന് ഓർമ്മയുണ്ടോ? എവിടേക്കാ? ഡോർ. അങ്ങനെ ആദ്യം രാവിലെ തന്നെ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ 11 11 ആയില്ല, 10 മണിയായിട്ടുള്ളൂ. 10 കിട്ടിയതെല്ലാം വണ്ടിയിൽ വലിച്ചു വാരി കയറ്റിങ്ങായിട്ട്. പിന്നെ എന്തുട്ടായിരുന്നു? ഫുഡ് കിട്ടിയതൊക്കെ വലിച്ചു കയറി കയറ്റിയുള്ള ശരിയാ. പക്ഷെ ഫുഡ് നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുപോയത്. നല്ല വലിയ പാത്രത്തില് ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുപോയി. പോകുന്ന വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാൻ. നമ്മുടെ ലൈഫില് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണേലും കൊറോണയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ എവിടെയും ട്രിപ്പ് ഒന്നും പോയിട്ടില്ല അല്ലെ? എവിടെയും പോയിട്ടില്ല. ഇതൊരു പക്ഷെ ഈ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആധുനായിട്ടുള്ള ഹണിമൂൺ. അതെ, ആധുനായിട്ടുള്ള ഞങ്ങളുടെ ഹണിമൂൺ എല്ലാവരും സ്റ്റേ ചെയ്യില്ല. നമ്മൾ സ്റ്റേ ചെയ്തില്ലല്ലോ, വീട്ടിൽ തിരിച്ചൊന്ന് സ്റ്റേ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ച ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിട്ടോ. എത്തിയപ്പോ തന്നെ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജസ് അല്ല, അതോ നല്ല നല്ല വീടുകള്, ചെടികള്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ആട്ടോ ഇറങ്ങിയത്. കാരണം താഴെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങളോട് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കൊക്കെയാണെങ്കിലേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ, ഇക്കൊക്കെ മാത്രല്ല അതെ ഈ കുരുപ്പിനും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പൊ ഒരു വിളി വരും. എന്തിന്റെ വിളിയേക്കാ? അതെ, വിശപ്പ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് താഴോട്ടേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് നമുക്ക് അധികം ലഗേജ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. ജസ്റ്റ് നമുക്ക് അവിടെ വിരിച്ചിരിക്കാനുള്ള ഒരു സംഭവമൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി. ഇറങ്ങാൻ എന്ന് പറയുന്നത് അത്യാവശ്യം ടാസ്ക് ആയിരുന്നു അല്ലേക്കാ? നല്ല ടാസ്ക് ആയിരുന്നു. പക്ഷെ ഇത് നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു അവനെ എടുത്തിറങ്ങേണ്ടി വരുന്നൊക്കെ. പക്ഷെ മൊത്തം അവൻ ഒറ്റയ്ക്കല്ലേ ഇറങ്ങിയേ. എനിക്കറിയില്ല, ആണോ അത്? അല്ലല്ല, അതെ അതെ, എന്റെ മോൻ ഒറ്റയ്ക്ക് ഇറങ്ങി. അതെ, അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഡോർ എക്സ്പീരിയൻസ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല നീല കടല് അല്ലേ? അതെ, കല്ലാണ് മൊത്തം. മണല് വാരി കളിക്കാൻ വേണ്ടി പോയിട്ട് നമ്മ കല്ല് വാരി കളിച്ചു. അത് കല്ല് വാരി കുളിച്ചു. അതുകൊണ്ട് മറ്റെന്ത് ബാത്തായിരുന്നു? സ്റ്റോൺ ബാത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് താഴോട്ടൊക്കെ ഇറങ്ങി പോയി. നമ്മൾ വിചാരിച്ചേ 2 സ്ഥലത്ത് ഞങ്ങള് പോയി. മുകളിൽ പോയി ഫസ്റ്റത്തേതിൽ പോയപ്പോ ഇക്ക പറഞ്ഞു അപ്പുറത്തവിടെ തിര കുറവാന്ന്. അങ്ങനെ അത് കേറിട്ട് നമ്മൾ ഇപ്പുറത്തോടെ പോയി. അവിടെ എത്തിയപ്പോഴോ അവിടെ തിരയുണ്ട്. മറ്റേ സംഭവമാണ്. അങ്ങനെ പിന്നെ അവിടെ തന്നെ ഇരുന്ന് അപ്പോഴേക്കും ഞങ്ങളതൊക്കെ വിരിച്ചു ആക്കുമ്പോഴേക്കും മറ്റേ ടോയ്സ് ഒക്കെ എടുത്ത് മൂപ്പര് കളി തുടങ്ങിട്ടോ. അതിനിടക്ക് ആ ബ്രിട്ടീഷുകാരുടെ കല്ല് വാങ്ങി തരാനായിട്ട് ഇക്ക അവര് കിടക്കുന്നിടത്തേക്ക് മറ്റേ ആ ബബിൾസ് ഊതി കളിക്കുന്നു. അവര് മാന്യന്മാരായതുകൊണ്ട് വായൊക്കെ തുറന്നു കിടക്കായിരുന്നു. അയാളുടെ ഒരു പിടുത്തത്തിനുള്ളൂ ഒരാളല്ല, കുറെ പേരുണ്ടായിരുന്നു അവിടെ. അതെ, പക്ഷേ നമ്മള് കോഴിക്കോട് ബീച്ചിന് അത്ര രസം അതൊന്നുമില്ല. മണൽ വാരി കളിക്കാൻ പോയിട്ട് കല്ലാണ് കിട്ടിയത്. അതിന് മണല് വാരി കളിക്കാൻ പോയിട്ട് കല്ലാണ് കിട്ടിയത്. അങ്ങനെ അബ്ബയും മോനും ഒരു വിധത്തിലൊക്കെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വെള്ളിനിക്കുറൊക്കെ ഇട്ട് ഇറങ്ങി. പക്ഷെ ഇറങ്ങിയതും അതേ സ്പീഡിൽ തന്നെ രണ്ടുപേരും തിരിച്ചോടി. ഞാൻ ആദ്യം ഓടി. തണുത്തിട്ടുണ്ടല്ലോ, ഒരു ജാതി തണുപ്പ്. അങ്ങനെ ബീച്ചിൽ കളിക്കാൻ വന്ന ഞങ്ങള് തെര എണ്ണി ഇരിക്കുന്ന പോലെ അവസ്ഥയായി. ഞാൻ കല്ലെണ്ണിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ടേ ഇത് ഓടി ഇക്ക ഓടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് നോക്കുമ്പേ ഒരാളവിടെ ആ ബക്കറ്റിൽ മൊത്തം മണലൊക്കെ പെറുക്കിട്ട് അതെന്ത് ചെയ്യാ? അത് ഭയങ്കര തണുപ്പല്ലേടി, അതുകൊണ്ട് ബക്കറ്റിൽ വെള്ളം കോരി കുളിച്ചതാ ഞാൻ. അങ്ങനെ ആദ്യം ആ ഒരു സംഭവം അങ്ങനെ ഞാൻ ഇറങ്ങിട്ടോ. ഞാൻ ഇറങ്ങി ഒരു കുളി കഴിഞ്ഞ് കേറിയിട്ടുണ്ടല്ലോ, പിന്നെ അവിടെ തണുപ്പടങ്ങി. അത് മാത്രല്ല, ഞാൻ ബക്കറ്റ് കല്ലിട്ട് വെള്ളം ഒഴിച്ച് അതൊക്കെ ഇട്ടാണ് ഞാൻ കുളിച്ചത്. അത് മറ്റേ പണ്ടമ്മ പഠിച്ചിട്ടില്ലേ കാക്കട കഥ? അതുപോലെ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കല്ലും മണ്ണൊക്കെ വാരിയിട്ട് വെള്ളത്തിന് മുകളിൽ കൊണ്ടുവന്ന് അതൊഴിച്ച് കുളിച്ച് വെള്ളം കോരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നിങ്ങളാ കണ്ടോണ്ടിരിക്കണം. അതവിടെ വെള്ളം കാത്തു നിൽക്കാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിക്കുമ്പോ പിന്നെ എടോ എനിക്കൊക്കെ പണ്ടൊക്കെ ഈ വീഡിയോസിലൊക്കെ നമ്മള് കാണൂല ഇങ്ങനെ ആൾക്കാർ കല്ലിങ്ങനെ വെച്ച് അടക്കി വെക്കണം. ഈ സംഭവം കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നല്ലേ? ഞാനല്ലട ഉണ്ടാക്കിയത്. പിള്ള മനസ്സിൽ കള്ളമില്ല. അത് തള്ള മനസ്സാണ്. തള്ള മനസ്സാണ്. അതെ, സത്യം പറയണം. പക്ഷെ കൂടുതൽ ആരുണ്ടാക്കിയത്?
അപ്പൊ മതി മതി, അങ്ങനെ ആയിക്കോട്ടെ. അത് അവിടെ നിക്കട്ടെ. ആരുണ്ടാക്കിന്നല്ല ഇതേ കണ്ടോ, ഇതാരൊക്കെ അങ്ങനെ നമ്മള് കുറച്ച് കഴിഞ്ഞപ്പോ ബീച്ചിലുള്ള എല്ലാരും പോയി. എന്നാ പിന്നെ ഞങ്ങൾക്കും പോവാന്ന് വെച്ചാൽ എല്ലാവരും അവിടെ വെറുപ്പിച്ച് നമ്മളുടെ ആ സ്വഭാവം അവിടെ കാണിച്ച് എല്ലാവരും ഓടിപ്പിച്ച് അവിടെ. അതെ, എന്നിട്ട് നമ്മള് എന്തിനാ അതേ അത് പറയണല്ലേ, അതന്നെ എന്നിട്ട് നമ്മള് അതൊരു ഭയങ്കര അധ്യായമല്ലേ. അങ്ങനെ വന്നത്ര അത്ര എളുപ്പല്ലായിരുന്നു കേട്ടോ തിരിച്ച് കേറാൻ. കാലിയായി അവിടെ, കാലിനെനിക്ക് വേദന എടുത്തിട്ട് വേദന. എന്ത് കാലിയാന്? തിരിച്ചു കയറുമ്പോ എനിക്ക് ഭയങ്കര കാലുവേദന കേട്ടോ. ആ സ്റ്റെപ്പ് കയറുമ്പോ വല്ലപ്പോഴൊക്കെ നടക്കണം ഞാൻ പറയാറില്ല. പക്ഷെ അവിടുന്ന് വേഗം നല്ല സ്ഥലം കിട്ടി. അതെ, എല്ലാരും പോയപ്പോ ഞങ്ങള് വേഗം സ്ഥലം വിട്ടു. പക്ഷെ അപ്പോഴേക്കും ഒരു 5 മണിയൊക്കെ ആയല്ലേ. 5 മണിയൊക്കെ ആയിട്ടുണ്ടോ? 5 മണിയൊക്കെ പക്ഷെ കഴിഞ്ഞിട്ട് നമ്മ വന്നൊരു റൂട്ടുണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയും കൊള്ളാം, റോഡും കൊള്ളാം, സൂപ്പർ. അതായത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഇങ്ങായിട്ട് ഭയങ്കര കംഫർട്ടും ഉണ്ടോ, നല്ല അത്യാവശ്യം വീതിയുള്ള റോഡും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡില് പച്ചപ്പ്, അതിന്റെ ഇടയിൽ കൂടെ വണ്ടിയാണ് പോകുമ്പോണ്ടല്ലോ വല്ല ഹെലിക്യാമൊക്കെ ഉണ്ടെങ്കിൽ ആക്രിബർക്കി പറഞ്ഞ കളിയാക്കുന്ന ഇക്ക ഈ പ്രാവശ്യത്തിന് ഇക്കും ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. കാര്യം എന്താന്നല്ലേ, നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഒരു സോവനീർ ഉണ്ടാക്കാന്ന് വെച്ചു. നമ്മള് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ അവിടെ നിന്നും കുറച്ച് കല്ലുകളൊക്കെ പെറുക്കി. എന്റെ കല്ല് കിട്ടാനായിരുന്നു പാട്, അല്ല ഇക്കടെ കല്ല് കിട്ടാനായിരുന്നു പാട്. നല്ല മെലിഞ്ഞിട്ടുള്ള കല്ല് കിട്ടണ്ടേ. ബോഡി ഷേമിങ് വേണ്ട. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ പോയി ഇനി കല്ല് പെറുക്കണ്ടാട്ടാ, പോലീസ് പിടിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. കല്ല് പറക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, 2-3 പെറുക്കാം, ഒരു 5-6 കല്ല് പറക്കാം. അല്ലാണ്ട് ചാക്കിലും മറ്റേ കവറിലൊന്നും എടുത്തിട്ട് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് ഇല്ലീഗലാണ് കേട്ടോ. അപ്പൊ അതെ, നിങ്ങൾ ഈ കാണുന്നതാണ് ഞങ്ങൾ പെറുക്കിയ കല്ലുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ചിന്ന സൗനീർ. എങ്ങനെയുണ്ട്? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ടാറ്റാ.